ശുശ്രൂഷിച്ചിട്ടുണ്ട് ഓൺലൈനിൽ. അതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ആ ഒരു സമയത്തേക്കൊക്കെ ചിന്തിച്ചു പോകാൻ ഞാൻ ഇടയായി തീർന്നു. എനിവേ കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഞങ്ങൾ ഇവിടെ പഞ്ചാബിന്റെ പ്രദേശത്ത് മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ഇവിടെ ആയിരിക്കുന്നു. ഓർക്കുമ്പോഴൊക്കെ നിങ്ങൾ പഞ്ചാബിലെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. ഇവിടെ ഇപ്പോൾ മഴയുടേതാകുന്ന ഒരു കാലാവസ്ഥയാണ് ഉള്ളത്. ഇടിയും മിന്നലും ഒക്കെയുള്ള പ്രയാസത്താൽ കുറച്ചു മുമ്പേ വരെ ആയിരുന്നുവെങ്കിലും ദൈവമക്കളുടെ പ്രാർത്ഥന ഇതുവരെ പ്രകൃതിയെ ദൈവം അനുകൂലമാക്കി തീർത്തുവല്ലോ. വീണ്ടും വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ പ്രൊഫസി എന്ന് പറയുന്നത് കുക്ക് ചെയ്യാത്തൊരു റോ മെറ്റീരിയൽ ആണ്. എന്ന് വെച്ചാല് നമുക്കറിയാം ചില ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഹാഫ് കുക്ക്ഡ് ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടും അല്ലെ. നമ്മൾ തന്നെ അത് കുക്ക് ചെയ്തത് പാകപ്പെടുത്തിയെങ്കിൽ മാത്രമേ അത് ഭക്ഷണ യോഗ്യമായി തീരുകയുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ കുക്ക് ചെയ്യാത്തൊരു റോ മെറ്റീരിയൽ ആണ് പ്രൊഫസി. ഒരിക്കലും പ്രൊഫസി കേട്ടല്ലോ, ദൂത് കേട്ടല്ലോ, ഇനി ആ വിഷയം നടക്കും, ഇനി അഥവാ നടന്നില്ലെങ്കിൽ അത് പറഞ്ഞ ദൈവദാസനോ ദൈവദാസിയുടെ മേലെ വഴി വരാതെ നാം ആ പ്രവചനത്തിന് മുമ്പിൽ എന്ത് ചെയ്യണം? അടയിരിക്കണം. പ്രൈസ്. ഒരു കോഴി കുഞ്ഞുങ്ങളെ ആ മുട്ടയിൽ വിരിയിക്കുന്നത് പോലെ നാം എന്ത് ചെയ്യണം? അതിന്റെ മീതെ അടയിരിക്കണം. നല്ല ശുദ്ധമായ മലയാള ഭാഷയിൽ പറഞ്ഞാൽ നാം അടയിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. നാം ദൂതിന്റെ മുകളിൽ എന്ത് ചെയ്യണം? കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ അടയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവം ധാരാളമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിംഗിലുള്ള എല്ലാ പേരോടുമുള്ള ക്രിസ്തുവിൽ എന്റെ സ്നേഹത്തെ വന്ദനത്തെ പ്രാരംഭത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാമല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ മുൻവിധികളെ മാറ്റിവെച്ചുകൊണ്ട് ഒരു നിമിഷം നാം ആയിരിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ. പ്രസംഗിക്കുന്ന ജെയിംസിനോ നിങ്ങളെ അറിയത്തില്ല, നിങ്ങളുടെ സാഹചര്യം അറിയത്തില്ല, പക്ഷേ നമ്മെ എല്ലാവരെയും നല്ലതുപോലെ അറിയാവുന്ന കർത്താവിന്റെ കരങ്ങൾ നമ്മളോട് കൂടെയുണ്ട്. അതുകൊണ്ട് ദൈവമേ എന്നോടൊന്ന് സംസാരിക്കണം. വചനത്തിലൂടെ വാസ്തവമായി എന്നോട് ഇടപെടുമാറാകണം. ഇന്ന് പകൽ എന്റെ വിടുതലിന്റെ പകലാകണം. അനേക നാളായി കണ്ടുവലിക്കുന്നത് പോലെ ചില വിഷയങ്ങളുടെ മുമ്പിൽ തീരത്തോടെ എത്തിക്കുവാൻ ഞാൻ വളരെ ഭാരപ്പെടുന്ന ചില വിഷയങ്ങളുണ്ട്. അതിന്റെ മധ്യത്തിൽ ഇന്നൊരു വിടുതൽ കാണുന്ന ഒരു പകലായി തീരണം. പരിശുദ്ധനായി ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ പേരെ ഓർത്തു പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ മിനിസ്ട്രിയെ കർത്താവ് ഇത്രത്തോളം മാനിച്ചുവല്ലോ. ദൈവമേ, ഇതിന്റെ ചിറകിൽ ഇന്ന് പകലിൽ ആയിരിക്കുന്ന ദൈവമക്കളെ ഓർക്കുന്നു. പലവിധമാകുന്ന സാഹചര്യങ്ങൾ, പലവിധമാകുന്ന പ്രാർത്ഥനാ വിഷയങ്ങളുടെ മുമ്പിൽ അവർ ആയിരിക്കുന്നു. അപ്പൊ അടിയൻ അറിയുന്നില്ല, അങ്ങ് വാസ്തവമായി സംസാരിക്കണം. അങ്ങ് വചനത്തിലൂടെ വ്യക്തി ജീവിതങ്ങളോട് ഇടപെടുമാറാകണം. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ആദിയോട് അന്തമുണ്ടായിരിക്കണം. അസാധാരണമാകുന്ന ദൈവിക സാന്നിധ്യം, അസാധാരണമാകുന്ന ദൈവിക അഭിഷേകത്തെ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ഇടയിൽ അവിടുന്ന് അയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. അടിയനെ ഹല്ലേലൂയ ദൈവമേ, മൂർച്ചയുള്ള നാവായി അങ്ങ് ബലപ്പെടുത്തുമാറാകണമേ. പ്രാർത്ഥന കേൾക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പനിമിഷത്തെ ദൈവവചന ചിന്തകൾക്ക് ആധാരമായ ഒരു 3 ഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുക. 3 ഭാഗങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ചിട്ട് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ നിന്ന് ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന 3 ഭാഗങ്ങൾ. 1, 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാ നിങ്ങൾക്ക് സുപരിചിതമാണ്. ഹല്ലേലൂയ. 2-ാമത്തെ ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ. 3-ാമത്തെ ഭാഗം ലൂക്കോസിന്റെ തന്നെ സുവിശേഷം 8-ാം അധ്യായം 41-ാമത്തെ വേദവാക്യം. 1, 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം. വായിക്കേണ്ട സമയത്തിന്റെ പരിമിതി ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടാം. നിങ്ങൾക്ക് നല്ല സുപരിചിതമായിട്ടുള്ള ഭാഗങ്ങളാണ്. നാം ഈ ഭാഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള നമ്മുടെ ഹൃദയത്തിനകത്തുള്ള മുൻവിധികളെ എല്ലാം ഒരു നിമിഷം മാറ്റി, കർത്താവേ ഹല്ലേലൂയ, ഞാൻ ഒരുപാട് സന്ദേശങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ തിരുവചന വായനയെങ്കിൽ, അല്ലെങ്കിൽ അനേക ദാസന്മാരിലൂടെയൊക്കെ ഒരുപാട് ഭാഗങ്ങൾ, വചന സന്ദേശങ്ങൾ ഈ ഭാഗത്തിൽ നിന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് കർത്താവെ അങ്ങ് എന്താണോ എന്നോട് അല്ലെങ്കിൽ ഞങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതിനെ വ്യക്തമായി അങ്ങ് നൽകി തരണം എന്നുള്ള പ്രാർത്ഥനാ ബോധ്യത്തോടെ ആയിരിക്കാം. നമുക്കറിയാം
ഞാൻ ഈ മീറ്റിങ്ങിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നപ്പോൾ എന്നെ തലമുറകളെ ഫോക്കസ് ചെയ്ത് പലപ്പോഴും പിശാച് അവരെ ഹല്ലേലൂയ ഒരു പ്രത്യേകമാകുന്ന സാഹചര്യങ്ങളിൽ കടത്തി വിട്ടുകൊണ്ട് ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് തലമുറകളെ അകറ്റിക്കൊണ്ടു പോകുന്ന ഒരു വിഷയം പല മാതാപിതാക്കന്മാരും ഇന്ന് ഏറ്റവും അധികം ഭാരപ്പെടുകയും ഏറ്റവും അധികം പ്രാർത്ഥനാ വിഷയത്തിനകത്ത് ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന തലമുറ സംബന്ധിയാകുന്ന ചില വിഷയങ്ങളാണ്. നമുക്കറിയാം, ഇന്നത്തെ പത്രമാധ്യമങ്ങളും വാർത്താ മാധ്യമങ്ങളും ഒക്കെ എടുത്തു നോക്കുമ്പോൾ കൂടെ പഠിക്കുന്ന സഹപാഠിയെ പോലും കൊന്നുകളയുവാൻ മടിയില്ലാത്ത ഒരു സമൂഹത്തിലാണ് കുഞ്ഞുങ്ങളെ നാം സ്കൂളിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പഠന സ്ഥലത്തേക്ക് അയക്കുന്നത്. വളരെ വ്യത്യസ്തമാകുന്ന ഒരു സാഹചര്യം കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിനകത്ത് പോലും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, നാടമാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുവന്റെ ജീവൻ എടുക്കുന്നത് പോലും എത്രയോ ലാഘവത്തോടെ, ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി കാണുന്ന ഒരു തലമുറ ഇന്നുണ്ട്. അപ്പോൾ ഈ പിശാച് തലമുറകളെ കൂടുതൽ സൃഷ്ടി വെക്കുന്നു. വചനം പറയുന്നു, മക്കൾ എന്ന് പറയുന്നത് അത് യഹോവയായ ദൈവം നൽകുന്ന അവകാശമാണ്. പലപ്പോഴും തലമുറകളും മാതാപിതാക്കളും തമ്മിൽ ചേരുന്നില്ല. ഒരു ഭവനത്തിനകത്താണോ ശരിയാണ്, ഒരു ഭവനത്തിന്റെ അന്തരീക്ഷമാണോ ശരിയാണ്, മാതാപിതാക്കളുടെ കാഴ്ചപ്പാടുകൾക്ക് മക്കൾക്ക് യോജിക്കുവാൻ കഴിയുന്നില്ല. തലമുറകളുടെ രീതികൾ വ്യത്യസ്തമായതായകയാൽ മാതാപിതാക്കൾക്ക് അതിനകത്ത് വളരെ ദുഃഖം ഉണ്ടായിത്തീരുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ തലമുറകളുടെ ഭാവി സംബന്ധമാകുന്ന കാര്യങ്ങളിൽ പലപ്പോഴും ബ്രേക്ക് വരുന്ന ഒരവസ്ഥ. ദേവദാസൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ച പോലെ പല വാഗ്ദത്വങ്ങളൊക്കെ അവരെ പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷെ ഒന്നും പ്രവൃത്തിപഥത്തിൽ കാണാത്ത ഒരവസ്ഥ, ഒന്നും യാഥാർത്ഥ്യത്തിലേക്ക് വരാത്ത ഒരവസ്ഥ. എന്നാൽ അങ്ങനെ ഭാരപ്പെടുന്ന മാതാപിതാക്കന്മാരെ നോക്കി ഇന്ന് ഈ പ്രാരംഭ സമയത്ത് തന്നെ ഞാൻ പറയാം, എബ്രായർ 12:2, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അപ്പോൾ നമുക്ക് പൂർത്തി വരുത്തുന്ന വിഷയങ്ങളുടെ മേൽ ഒരു തീർപ്പ് കൽപ്പിക്കുന്ന ഒരു നല്ല പിതാവ് നമുക്ക് വേണ്ടി ഉയരത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്, ഞാൻ ഉപവാസം ഇരിക്കുന്നതും ഞാനൊരു വിഷയത്തിന്റെ മേലെ വളരെ ആവലോടെ, ദൈവാത്മാവ് കൃത്യമായി പറയുന്നു, വളരെ ആത്മാർത്ഥ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാർ ഇതിനകത്തുണ്ട്. കുഞ്ഞുങ്ങളുടെ വിഷയത്തിനകത്ത് വളരെ നോവോടുകൂടി, വളരെ വേദനയോടുകൂടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ നോക്കി ദൈവാത്മാവ് പ്രാരംഭത്തിൽ ഓർമ്മിപ്പിക്കുന്നു, പൂർത്തി വരുത്തുന്നവനാകുന്ന ഒരു ക്രിസ്തു നമുക്ക് വേണ്ടിയുണ്ട്, സമാപ്തി വരുത്തുന്ന നല്ലൊരു പിതാവുണ്ട്. ഞാൻ വചനത്തിലേക്ക് വരാം. 2 രാജാക്കന്മാർ 4:1 മുതൽ വായിക്കുമ്പോൾ, പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി വന്ന എലീശ പ്രവാചകനോട് പറയുകയാണ്, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി, ഞാൻ ഇപ്പോൾ ഒരു വിധവയാ, പോരാത്തതിന് ആ ദാസൻ യഹോവ ഭക്തനായിരുന്ന ഒരു മനുഷ്യനായിരുന്നല്ലോ, എന്നാൽ ഇപ്പോൾ എന്റെ 2 മക്കളെ പിടിച്ച് കടക്കാർ എന്ത് ചെയ്യുക, അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു. സാഹചര്യം നമുക്ക് വളരെ നന്നായി അറിയാവുന്നതാണല്ലോ. ഇവിടെ ആ പ്രവാചകൻ അല്ലെങ്കിൽ ആ ദൈവപുരുഷനാകുന്ന വ്യക്തി ആ വിഷയത്തിനകത്ത് ഇടപെടുകയും ആ ദൈവപുരുഷന്റെ വാക്ക് കേട്ടനുസരിച്ചത് കൊണ്ട് ദൈവം ആ ഭവനത്തിൽ ചെയ്ത ഒരു പൂർത്തീകരണത്തിന്റെ, ഒരു വിടുതലിന്റെ അനുഭവത്തെയാണ് അവിടെ നമുക്ക് കാണുന്നത്. പക്ഷെ എന്റെ വിഷയം ഇന്ന് അതല്ല. നോക്കണമേ, ആ അവകാശത്തിന്മേലാണ് ആ കടക്കാര് ആ വിധവയുടെ ജീവിതത്തിൽ ദൃഷ്ടി വെച്ചത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ വിധവയായ സ്ത്രീയുടെ ആശ്രയം എന്ന് പറയുന്നത് ആ തലമുറകള്. പക്ഷേ ആ തലമുറകളെയാണ് കടക്കാർ ഇന്ന് വന്ന് പിടിച്ചുകൊണ്ട് പോകുവാൻ പദ്ധതിയിട്ടിരിക്കുന്നത്. എന്തിനു വേണ്ടി? അടിമകളാക്കുവാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാരെ നോക്കി പറയുന്നു, എപ്പോഴും നമ്മുടെ അവകാശങ്ങളുടെ മേലെ പിശാചിനൊരു ദൃഷ്ടിയുണ്ട്. എന്നാൽ അതിന്റെ മധ്യത്തിൽ അതിനെ എങ്ങനെയെങ്കിലും അവഗണിച്ചു വിടുകയല്ല, അതിന്മീതെ കുറെ കരഞ്ഞു വിലപിക്കുകയല്ല. ഹാലേലൂയ. ദൈവസന്നിധിയില് പ്രിയ ദൈവദാസൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഹാലേലൂയ, ദൈവസന്നിധിയില് മുഴങ്കാൽ മടക്കി പിശാചിനോട് പോരാടുവാൻ എത്ര മാതാപിതാക്കന്മാരെ ഇന്ന് പകൽക്കാലം തീരുമാനം എടുക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. നോക്കണമേ, ഇവിടെ ആ വിധവയായ സ്ത്രീയുടെ ഹാലേലൂയ ജീവിതത്തിൽ തന്റെ അവകാശത്തിന്മേലാണ് പിശാച് ആ കടക്കാരിലൂടെ ദൃഷ്ടി വെച്ചത്. ഹാലേലൂയ. തലമുറകളെ അവളോട് അകറ്റുന്ന ഒരവസ്ഥ ഇന്ന് പല മാതാപിതാക്കന്മാരും പുറത്തു പറയുവാൻ കഴിയാതെ
പറ്റാതെ വേണം അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു സംഗതിയാ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ വഴിപെട്ട ഒരു രീതിയിൽ പോകുന്നു. അപ്പോൾ തന്നെ മാതാപിതാക്കളും കുഞ്ഞുങ്ങളുമായിട്ടുള്ള നല്ലൊരു സൗഹൃദ ബന്ധം, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ഒരു ബന്ധം നഷ്ടപ്പെട്ട് പലപ്പോഴും പല കുടുംബത്തിൽ സിംഗിൾ പേരന്റ് ആയിരിക്കാം, എന്നാൽ അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ. ഹല്ലേലൂയ നോക്കണമേ, ഇവിടെ ആ ഭാഗത്തിൽ നമുക്ക് കാണുന്നു ആ വിധവയായ സ്ത്രീ ആ തലമുറകൾ കൂടി അവർ പിടിച്ചുകൊണ്ടുപോയാൽ അവൾ ഒറ്റയാകും, അവൾ ഏകയായി തീരും. ഹല്ലേലൂയ അങ്ങനെ വരാമായിരുന്ന ഒരു സാഹചര്യത്തിൽ ആ ദൈവ പുരുഷനിലൂടെ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണ് അവളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോയതെങ്കിൽ, അല്ലെങ്കിൽ വെളിപ്പെട്ടു വന്നതെങ്കിൽ, ഇന്ന് പ്രാർത്ഥിക്കുന്ന മാതാവിനെ നോക്കി, പ്രാർത്ഥിക്കുന്ന പിതാവിനെ നോക്കി ഞാൻ പറയാം, ഹാലേൽ വളരെ ന്യൂനപക്ഷമെങ്കിൽ ഇതിനകത്ത് ഹാലേൽ ഒറ്റയ്ക്കുള്ള സാഹചര്യങ്ങളിൽ പലപ്പോഴും ഹാലേൽ സത്യത്തിന് കൂട്ടു നിൽക്കുന്നത് കൊണ്ട്, നേരായ മാർഗത്തിൽ ഹാലേലൂയ കൂട്ടു നിൽക്കുന്നത് കൊണ്ട് പലപ്പോഴും ഹാലേലൂയ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ, പലപ്പോഴും ഹാലേലൂയ പറയുന്നതൊക്കെ കുടുംബത്തിനകത്ത് നിന്ന് തിരസ്കരിക്കുന്ന ഒരവസ്ഥ. എന്നാൽ അതിന്മേൽ ദൈവാത്മാവ് പറയുന്നു, ആ സന്ദർഭത്തിനകത്ത് ദൈവം നിനക്കൊരു തീർപ്പ് കൽപ്പിക്കുവാൻ പോകുകയാ. അത് നിങ്ങളൊരു പിതാവായിരിക്കാം, നിങ്ങളൊരു മാതാവായിരിക്കാം, എന്നാൽ ദൈവാത്മാവ് നിങ്ങളെ നോക്കി പറയുന്നു, ഹാലേലൂയ നിങ്ങളുടെ അവകാശങ്ങളിലൂടെ കടന്നു വന്ന ചില വിഷയങ്ങൾക്കകത്ത് നിങ്ങളുടെ അവകാശങ്ങളെ നിങ്ങളോട് അടുപ്പിക്കുന്ന ദൈവത്തിന്റെ സ്നേഹമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ദിനരാത്രങ്ങൾ അടുത്തുവെന്ന് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന പിതാവിനെ നോക്കി, പ്രാർത്ഥിക്കുന്ന മാതാവിനെ നോക്കി ഹല്ലേലൂയ ദൈവാത്മാവ് ശക്തമായി പറയുക. എഫോർട്ട് എടുത്ത് പ്രാർത്ഥിക്കുന്ന ധാരാളം പിതാക്കന്മാർ ഇതിനകത്ത് തന്നെ കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ നിങ്ങളെ നോക്കി പറയുക, ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിന്റെ ആ കുടുംബത്തിന്റെ അകത്തട്ടില് ആരും മനസ്സിലാക്കുവാനില്ലാതെ എങ്ങനെയാണ് കുടുംബത്തിന്റെ ഓരോ സാഹചര്യങ്ങൾ അതിനെ ഹാലയിൽ റോള് ചെയ്തു കൊണ്ടുപോകുവാൻ, എങ്ങനെ ഞാനത് ചെയ്യും, എങ്ങനെ ഞാനത് പൂർത്തീകരിക്കും എന്നൊക്കെ കഴിഞ്ഞു പോകുന്ന ഹാലയിലൂയ പിതാക്കന്മാരെന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങളോട് കൂടെ കരം പിടിക്കുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹമുണ്ട്. എത്ര പേര് വിശ്വസിച്ച് ഏറ്റെടുക്കുവാൻ തയ്യാറാം? ഞാൻ ഈ ദിനവും യേശുവിന്റെ കൂടെ ഈ മീറ്റിംഗിലൊന്നും ഇരിക്കുന്നത് വെറുതെയല്ല, കർത്താവിന്റെ ദാസൻ ഇത് എനിക്കും കൂടി വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന മീറ്റിംഗ്. കേവലം ഞാൻ വചനം കേട്ട് ഞാൻ ലെഫ്റ്റായി ഞാൻ ബൈബിള് മടക്കി വെച്ച് എന്റേതായ കാര്യങ്ങൾ ചെയ്യുവാനല്ല, അതിനു മുമ്പാകെ ഹാലേല ഞാൻ 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ ഞാൻ കർത്തൃ സന്നിധിയിൽ ഇരിക്കാൻ തീരുമാനമെടുക്കുന്നു. അങ്ങനെയുള്ളവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാ. ഈ മീറ്റിംഗ് ക്ലോസ് ചെയ്തിട്ട് എത്ര പേര് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്? ഈ മീറ്റിംഗ് പിന്നെ വൈകിട്ടത്തെ സെക്ഷൻ അല്ലേ പാസ്റ്റേ? എന്നാൽ ആ വൈകിട്ടത്തെ സെക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഉച്ചക്കത്തെ സെക്ഷൻ തീർന്നു കഴിഞ്ഞ് എത്ര ദൈവമക്കൾ ഇതിനകത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്? എത്ര ദൈവമക്കൾ ഒന്ന് പ്രാർത്ഥിക്കുന്നു? സിസ്റ്ററെ നമുക്ക് ഒരു നിമിഷം ഒന്നിച്ചൊന്ന് കൂടാം, ഒരു 5 മിനിറ്റ് നമ്മുടെ ഈ രാത്രിയിൽ നടക്കുന്ന മീറ്റിംഗിന് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള ദൈവാത്മാവ് പറയുന്നു, അങ്ങനെയുള്ള ദൈവമക്കളെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള പ്രാർത്ഥന വീരന്മാരായ ഹാലയിലെ പ്രാർത്ഥന വീരരായ ദൈവദാസിദാസന്മാരെ ദൈവ മക്കളെ ദൈവ ഇതിനകത്ത് നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവദാസൻ പറഞ്ഞില്ലെങ്കിലും ഉത്തരവാദിത്ത ബോധത്തോടെ കർത്താവിന്റെ വയലിൽ എരിവോടെ നിൽക്കുന്ന ദൈവമക്കളെ കർത്താവ് കൊതിക്കുന്നു കേട്ടോ. ഇത് ഈ മിനിസ്ട്രിയോടുള്ള ദൂത. ഏറ്റെടുക്കേണ്ടവർക്ക് ഏറ്റെടുക്കാം. അതിലൊരു വ്യക്തി ഞാനാകണമെന്ന് പ്രാർത്ഥിക്കാം. അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസന്റെ ആ തീഷ്ണത എരിവിനെ മനസ്സിലാക്കി ഹല്ലേലൂയ ആ കൈത്താങ്ങലാകുവാൻ, ആ കരമൊന്ന് താങ്ങുവാൻ എത്ര പേര് ഇതിനകത്ത് ഒരു തീരുമാനത്തോടെ ഉണ്ടെങ്കിൽ ഈ മിനിസ്ട്രിക്കൊപ്പം ഈ മിനിസ്ട്രിയുടെ സൂമല പ്രാർത്ഥന കഴിഞ്ഞ് നിങ്ങൾ അല്പനേരമെങ്കിൽ അല്പനേരം പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് ശക്തമായി അങ്ങനെ ഒരു വിഷൻ ഇതുവരെ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ലായിരിക്കാം, ഇതുവരെ ഒരു പക്ഷെ അങ്ങനെ ഇല്ലായിരിക്കാം. പക്ഷെ ഇന്ന് മുതൽ ഈ ഡേറ്റ് മെയ് 5 നിങ്ങൾ എഴുതി വെച്ചോ. ഇന്ന് മുതൽ അത് ആരംഭിക്കണം കേട്ടോ. ഇതിനൊരു സമയം നോക്കി നിൽക്കരുത്. സമയം നമുക്കുള്ളതല്ല. ഹല്ലേലൂയ. ദൈവാത്മാവ് ശക്തമായി പറയുന്നു, അങ്ങനെ ചില ആരംഭങ്ങൾ ഇതിനകത്ത് കർത്താവ് ആഗ്രഹിക്കുകയാ. ഹല്ലേലൂയ. പുതിയ ചില ആരംഭങ്ങൾ കർത്തദാസൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടു, പുതിയ ചില ആരംഭങ്ങൾ. അങ്ങനെയെങ്കിൽ മിനിസ്ട്രി പശ്ചാത്തലത്തിൽ ഇതുപോലെ ചില ആരംഭങ്ങൾ കർത്താവ് ആഗ്രഹിക്കുന്നു. നോക്കണമേ, ആ വിധവയായ സ്ത്രീയുടെ ആശ്രയമായി
അവകാശമായിരുന്ന കുഞ്ഞുങ്ങളെ, അവകാശത്തെയാണെന്ന് പിശാച് ദൃഷ്ടി വെച്ചിരിക്കുന്നത്. ആരിലൂടെ? കടക്കാരിലൂടെ. ഞാൻ എന്നെ അത് ഒത്തിരി ചിന്തിപ്പിക്കാനിടയായി. എന്തുകൊണ്ടായിരിക്കും ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാനിടയായത്? കുഞ്ഞുങ്ങളെ തൊട്ടാൽ മാതാവിന് നോവും, പിതാവിന് നോവും. ഒരാമയെ പറയാമോ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ദൂതിന്റെ ആഴം പിടികിട്ടിയല്ലോ. ഇനി ഞാൻ അത് എക്സ്പ്ലനേഷൻ ചെയ്യണ്ടല്ലോ. മാതാവിനെയോ പിതാവിനെയോ തൊട്ടാൽ, സോറി, കുഞ്ഞുങ്ങളെ തൊട്ടാൽ മാതാവിനോ പിതാവിനോ നോവുമെന്ന് പിശാചിന് നന്നായി അറിയാം. ചില പല വിഷയങ്ങളുടെ മൂലകാരണത്തിൽ എപ്പോഴും ശ്രദ്ധിച്ചോ, നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളിലാ പിശാച് ആദ്യം പ്രവർത്തിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ ഒരു പ്രാർത്ഥന കൂട്ടായ്മയാകട്ടെ, അതിലേക്കുള്ള യാത്രയാകട്ടെ, കുഞ്ഞുങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യാണ്? കുഞ്ഞുങ്ങളെ അതിൽ നിന്ന് അകറ്റുന്ന ഒരു അന്തരീക്ഷം. ഇന്ന് ഈ ഭാഗം വായിച്ചപ്പോൾ എന്നെ ദൈവാത്മാവ് ഉണർത്തിച്ചത്, ഈ മീറ്റിംഗിലേക്ക് ഷെയർ ചെയ്യുവാൻ എന്നെ ഉണർത്തിച്ചൊരു കാര്യം, കുഞ്ഞുങ്ങളെ അടിമകളാക്കുവാൻ കൊണ്ടുപോകുന്നത് ആ സാത്താന്യ മേഖലകളെ മാതാപിതാക്കന്മാർ എന്ത് ചെയ്യണം? ജയിക്കണം. കുഞ്ഞുങ്ങളോട് വാദപ്രതിവാദം മുഴക്കാതെ അവരിൽ ഭരിക്കുന്ന അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കുന്ന അന്ധകാര ശക്തിയെ ഇന്ന് പകലിൽ ജയമെടുക്കുവാൻ ചില മാതാപിതാക്കന്മാർക്ക് കഴിയണം. അങ്ങനെ എത്ര മാതാപിതാക്കന്മാര് തയ്യാറാ? ആ വിഷയത്തിന്റെ മുമ്പില് ഇത്ര ഞാൻ സമീപിച്ചതുപോലെയല്ല ഇനി ഞാൻ സമീപിക്കാൻ പോകുന്നത്. ഇത്ര ഞാൻ ആ വിഷയത്തെ കണ്ടതുപോലെയല്ല ഇനി ഞാൻ ആ വിഷയത്തെ ഫേസ് ചെയ്യാൻ പോകുന്നത്. ഇത്ര നാൾ ഞാൻ അതിന്റെയൊക്കെ മുമ്പിലിരുന്ന് കരഞ്ഞു, ഇത്ര നാൾ ഞാൻ അതിന്റെയൊക്കെ മുമ്പിലിരുന്ന് വാദപ്രതിവാദം നടത്തി, ഇത്ര നാൾ അതിന്റെ മുമ്പിൽ ഞാൻ സമീപിച്ചൊരു രീതിയുണ്ട്. എന്നാൽ എന്റെ രീതിക്ക് തന്നെ ഞാൻ മാറ്റം വരുത്താൻ പോകുകയാ. അവൾ, ആ വിധവയായ സ്ത്രീ, ചെന്ന് ആ കടക്കാരോട് വഴക്ക് പിടിക്കുവാനല്ല പോയത്. അങ്ങനെ ഒരു ഭാഗം അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. അവൾ നേരെ പോയത് ആ പ്രവാചക ശ്രേഷ്ഠന്റെ അടുത്തേക്കാ. അവൾ ആ ദൈവപുരുഷന്റെ അടുത്തേക്കാ. അവൾ ആ ദൈവത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് ദൈവികമാകുന്ന ഇടപെടലെ പ്രാപിക്കുവാനാ പോയത്. അങ്ങനെയെങ്കിൽ ഇന്ന് പരാതി പരിഭവമായി മറ്റുള്ള വ്യക്തികളോട് പറയുന്നതിന് പകരം കർത്തൃദാസൻ പറഞ്ഞു അതേ ദൂത് തന്നെ ഞാനും ആവർത്തിക്കുന്നു കേട്ടോ. ദൈവസന്നിധിയിൽ ചില വിഷയങ്ങളെ നിങ്ങൾക്ക് വെക്കാൻ കഴിയട്ടെ. അങ്ങനെ വെക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് എത്ര പേര് തീരുമാനത്തോടെ ആയിരിക്കുന്നു, യെസ്, ഞാൻ എന്റെ സമീപനം മാറ്റാൻ പോകുകയാ. ചില വിഷയത്തിന്റെ മുമ്പിൽ അതിനെ സമീപിക്കുന്ന രീതി തന്നെ ഞാൻ മാറ്റാൻ പോകുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കർത്താവിന്റെ സാന്നിധ്യം എത്ര പേർ അനുഭവിക്കുന്നുണ്ട്? അതൊരു പക്ഷേ നിങ്ങളുടെ തലമുറ ദൂരെയായിരിക്കാം. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, നിങ്ങളുമായി ഒരു ശരിയായ കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ലാതെ ചില തലമുറകളെ അകറ്റിക്കൊണ്ടു പോകുന്ന ആ സാത്താന്യ മണ്ഡലത്തിന്റെ മുമ്പിൽ നിങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിച്ചോളാൻ ചില മാതാപിതാക്കന്മാരെ നോക്കി ശക്തമായി ഇടപെടുകയാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ റിഖാന ഹംദന റഗശരെ ഹസ്തര റബൽ ഖമന. നോക്കണമേ, ആ വിധവയായ സ്ത്രീയുടെ ആശ്രയം ഇനി കുഞ്ഞുങ്ങളാ. പക്ഷെ നോക്കണമേ, അവിടെ ആ കൃത്യമായിട്ടുള്ള ആ ദൈവിക ഇടപെടൽ നടന്നപ്പോൾ ആ കുഞ്ഞുങ്ങൾ എന്തായി? സ്വാതന്ത്ര്യം പ്രാപിച്ചു. കുഞ്ഞുങ്ങളുടെ മേൽ ഇനി കടക്കാരുടെ ദൃഷ്ടിയില്ല. യാതൊരു രീതിയിലും കടക്കാർക്ക് കുഞ്ഞുങ്ങളെ അവകാശം പറഞ്ഞു വരാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ അതുപോലൊരു വിടുതലിന് വേണ്ടി എത്ര പേര് കൊതിക്കുന്നുണ്ട്? എന്നെ കാണിക്കുന്നത് ഇപ്രകാരമാ. തെറ്റായ പോലും ബന്ധങ്ങൾക്കകത്ത് അകപ്പെട്ട് മടങ്ങി വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് കഴിയാത്ത ധാരാളം കുഞ്ഞുങ്ങൾ, അവരെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കന്മാര്, അവരെ നോക്കി ദൈവാത്മാവ് പറയുന്നു, നിങ്ങളുടെ കുഞ്ഞിന്റെ എന്ത് സ്വഭാവ വൈകല്യമാണെങ്കിൽ എന്റെ ദൈവത്തിന് കഴിയാത്തതായി ഒന്നും ഇല്ല. പുറത്ത് പറയുവാൻ കഴിയാത്ത കൂട്ടവിശ്വാസിയോടോ അല്ലെങ്കിൽ ആരോട് നിങ്ങൾക്ക് പറയാൻ കഴിയാത്ത ആ വേദനയുടെ നടുവിലും ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്, ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹമുണ്ട്. ഇന്ന് ഈ മധ്യസ്ഥ പ്രാർത്ഥനയില് ഈ പകലിൽ എത്ര പേര് ഏറ്റെടുക്കുന്നു? അതെ, എന്റെ കുടുംബത്തിൽ ഇറങ്ങി വരുന്ന ഒരു സ്നേഹമുണ്ട്. എന്റെ കുഞ്ഞുങ്ങളില് ഇതുവരെ എന്നെ കൊണ്ട് പരിഹരിക്കുവാൻ കഴിയാത്ത മേഖലയ്ക്കകത്ത് ഇറങ്ങി വരുന്ന തമ്പുരാന്റെ കരമുണ്ട്. എനിക്ക് തന്നെ അവകാശത്തെ ജീവനോടെ തന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര്
വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുണ്ട്. അതെ, ആ ജീവനോടെ, അതെ ഹല്ലേലൂയ, പുതുബലത്തോടെ ഞാൻ ആ ഭാഗത്തിലേക്ക് വരുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 11 മുതൽ നാം കാണുമ്പോൾ അവിടെ നായിൻ പട്ടണത്തിലെ വിധവയായ ഒരു സ്ത്രീയെ കാണാം. ഈ ഭാഗം വാക്യമൊക്കെ നിങ്ങൾക്ക് കാണാപ്പാടമാ, അതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുകയാ. നോക്കണമേ, യേശു കർത്താവും ശിഷ്യന്മാരും പുരുഷാരവും കൂടെ എവിടേക്ക് പോകുകയാ? നായിൻ പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ പട്ടണത്തിന്റെ വാതിലിനോടടുത്തപ്പോൾ മരിച്ചുപോയി ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോടുകൂടെ ഉണ്ടായിരുന്നു. വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വാക്യമാണ് ലൂക്കോസ് 7:11. ഹാലേലൂയ. നോക്കണമേ, ഇവിടെ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. രണ്ട് പുരുഷാരത്തെ അവിടെ കാണാം. ഒന്ന് എന്താണ്? യേശു കർത്താവിന്റെ കൂടെ ശിഷ്യന്മാരുണ്ട്, പുരുഷാരമുണ്ട്. ഇവരെവിടേക്ക് പോകുകയാ? നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുകയാ. നോക്കണമേ, അങ്ങനെ നയീൻ പട്ടണത്തിലേക്ക് പോകുന്ന യേശു കർത്താവ് ശിഷ്യന്മാരും കൂടെ പുരുഷാരവും. നോക്കണമേ, അവിടെ മറുഭാഗം ചിന്തിക്കുമ്പോൾ അവിടെ ഒരു വിലാപയാത്ര കടന്നു വരികയാ. എന്നാൽ ആ വിലാപയാത്രയുടെ കൂടെയും ആരുണ്ട്? പുരുഷാരമുണ്ട്. എന്നാൽ രണ്ട് പുരുഷാരവും ഡിഫറെന്റ് ആകട്ടോ. നിങ്ങളത് ശ്രദ്ധിച്ചോ? എത്ര പേരത് വായിച്ചപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ട്? യേശു കർത്താവിന്റെ കൂടെ വന്ന പുരുഷാരം ഹാലേലൂയ, കർത്താവിന്റെ കൂടെ നടന്ന് മഹത്വങ്ങളും വീരപ്രവൃത്തികളും അത്ഭുതങ്ങളും കണ്ട പുരുഷാരമോ? ഒരാമേ പറയാൻ പറ്റുമോ? ആമേ പറയാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ വിധവയായ സ്ത്രീയുടെ കൂടെ വരുന്ന പുരുഷാരം എന്ന് പറയുന്നതുണ്ടല്ലോ, അതൊരു വിലാപയാത്രയിൽ വിതുമ്പിക്കൊണ്ട് അവളോട് ചേർന്ന ആ ദുഃഖത്തിൽ പങ്കിട്ട് വരുന്ന പുരുഷാരമാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതിന്റെ ആഴം മനസ്സിലായോ? രണ്ട് സന്ദർഭ. ഒരിടത്ത് ജീവദായകനാകുന്ന ക്രിസ്തു, ഓ ഹല്ലേലൂയ, നടന്നെടുക്കുമ്പോൾ മറുഭാഗത്ത് മരണത്തിന്റെ മഞ്ചൽ ചുമന്ന് ഒരു പക്ഷം പുരുഷാരവും ഒരു മാതാവും കരഞ്ഞു പീതമ്പി വരികയാ. ഓ, മരണം ജീവനും തമ്മിൽ കൂട്ടുമുട്ടുന്ന ഹല്ലേലൂയ ഒരു ആ നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പല പ്രിയപ്പെട്ടവനെ, പല കുടുംബത്തിനോടുള്ള ദൂതാകട്ടോ. ഒരു ഭാഗത്ത് ആ നയീൻ എന്ന പട്ടണത്തിലേക്ക് ജീവൻ പ്രദാനം ചെയ്യുവാൻ കഴിവുള്ളവൻ, ജീവദായകൻ ആ ക്രിസ്തു നടന്നെടുക്കുമ്പോൾ അവന്റെ കൂടെ ശിഷ്യന്മാരുണ്ട്, അവന്റെ കൂടെ പുരുഷാരമുണ്ട്. അവരൊക്കെ കർത്താവിന്റെ മഹത്വം കണ്ടവരാ. എന്നാൽ മറുഭാഗത്ത് ഒരു വിലാപയാത്ര കടന്നു വരികയാ. ഹാലേലൂയ, ദുഃഖത്തിന്റെ യാത്ര, കണ്ണുനീരിന്റെ യാത്ര, ഹാലേലൂയ, വേർപാടിന്റെ അനുഭവം, ഹാലേലൂയ, എല്ലാവരുടെയും മുഖം സങ്കടപ്പെട്ടിരിക്കുന്ന അവസ്ഥ. പലരും ആ സ്ത്രീയെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നു. അതൊക്കെ നിങ്ങളൊന്ന് ഇമാജിൻ, ഭാവനയിൽ കാണണം കേട്ടോ. ഇതൊക്കെ ഒന്ന് ഹാലേലൂയ, അവൾ കരയുന്നു, വിതുമ്പുന്നു, കുഞ്ഞിനെ നോക്കുന്നു, ഹാലേലൂയ, മകനെ ഒരു പക്ഷെ ചുംബിക്കുന്നുണ്ടാകാം, ഹാലേലൂയ, പല കാര്യങ്ങളും ഓർത്തോർത്ത് കരയുന്നുണ്ടാകാം. ആ വിലാപയാത്ര നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അതൊന്ന് സങ്കല്പിച്ചേ. എന്നാൽ അത് രണ്ടും കൂട്ടുമുട്ടുന്ന ഒരവസ്ഥ നോക്കിക്കേ. ജീവദായകനാകുന്ന ക്രിസ്തു ഹാലേലൂയ നയീൻ എന്ന പട്ടണത്തിലെ ഹാലേലൂയ അമ്മയ്ക്ക് ഏകജാതനാകുന്ന മകനെ ഹാലേലൂയ ജീവനിലേക്ക് കൊണ്ടുവരുന്ന ഒരു സന്ദർഭ. ഹാലേലൂയ, ഇന്ന് പല വ്യക്തി ജീവിതങ്ങളെ നോക്കി, പല കുടുംബങ്ങളെ നോക്കി പറയുന്നു, നിങ്ങൾ ജീവനും മരണത്തിന്റെ ഇടയിലാണോ? ഹാലേലൂയ, നിങ്ങളുടെ പല പ്രിയപ്പെട്ടവരെ ചൊല്ലി, ഹാലേലൂയ, ആരെങ്കിലും വെന്റിലേറ്ററിൽ കിടക്കുന്നവര് പ്രിയപ്പെട്ടവർ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോ. മരണത്തിന്റെ അത്യാസന്നമാകുന്ന നിലകളിൽ ആരെങ്കിലും ഹോസ്പിറ്റലിൽ വളരെ അത്യാസന്നത്തിൽ കഴിയുന്ന ആരെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കൈ ഉയർത്തി പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. എന്താ? മരണവും ജീവനും ഹാലേലൂയ ഒരുമിച്ച് ഏറ്റുമുട്ടുകയാ. ഹാലേലൂയ, കാൽവറി ഗിരിമുകളിൽ പിശാചിനെ ജയോത്സവം കൊണ്ടാടിയ യേശു കർത്താവ് ഹാലേലൂയ ഇന്ന് പകൽ നിങ്ങളുടെ മരണകരമാകുന്ന സാഹചര്യത്തിൽ അല്ല, നിങ്ങളുടെ മരണത്തിന് തുല്യമായി നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കടന്നു പോകുന്ന സാഹചര്യത്തിൽ അവരുടെ മഞ്ചൽ തൊടുന്ന പകല എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ നാളെ ഒരു ശുഭവാർത്ത കേൾക്കാൻ പോകുകയാ. ഹാലേലൂയ, ജീവനിലേക്ക് വന്ന ഒരു ശുഭവാർത്ത കേൾക്കാൻ പോകുകയാ. നോക്കണമേ, ആ സ്ത്രീക്ക്
സ്ത്രീക്ക് ഏകജാതനായ മകന് ഇപ്പോൾ അവൾ പുത്രദുഃഖം പേറുകയാ. അവളുടെ ആ യാത്രയുണ്ടല്ലോ, പുത്രദുഃഖം പേറിയുള്ള യാത്രയാ. ഹാലേലുയ. പക്ഷേ ഹാലേലുയ, അവരുടെ വിലാപ യാത്രയിലേക്ക് നടക്കുകയാ ഒരുവൻ. ഹാലേലുയ, ജീവനിൽ അധികാരമുള്ളവൻ. ഓ ഹാലേലുയ, മരണത്തിൻ മീതെ ജയോത്സവം കൊണ്ടാടിയവൻ. ഹാലേലുയ, ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നവൻ. അവൻ പറയുകയാ, കുഞ്ഞെ, നിന്റെ ഹാലേലുയ ജീവൻ നഷ്ടപ്പെടാൻ പോകുന്ന സാഹചര്യമാണെങ്കിൽ നീ തന്നെ ചിന്തിക്കുവായിരിക്കാം, എന്റെ ജീവൻ അപായത്തിലേക്ക്, ഓ എന്റെ തലമുറയുടെ ഈ രോഗാവസ്ഥ അത് അപായത്തിലേക്ക്, എന്റെ തലമുറയ്ക്ക് ഇനി ഒരു ജീവിതം ഉണ്ടാകുമോ, എന്റെ തലമുറ ജീവനിലേക്ക് കടന്നു വരികയോ? അസാധ്യമാ, അസാധ്യമാ, അസാധ്യമാ. പക്ഷെ കർത്താവ് പറയുന്നു, ഇല്ല കുഞ്ഞെ, എനിക്ക് എനിക്ക് അസാധ്യമായത് ഒന്നുമില്ല. ഇന്ന് ജീവന്റെ ദിനമാ. കർത്താവിന്റെ ദാസൻ ഇന്ന് പ്രസ്താവിച്ചല്ലോ, അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ? ഇന്ന് എത്ര പേര് വിശ്വാസത്തോടെ പറയുന്നു, എന്റെ ജീവന്റെ ദിനമായിന്ന് എന്റെ പ്രിയപ്പെട്ടവരുടെ ശരീരത്തിലേക്ക് ജീവദായകനാകുന്ന ക്രിസ്തുവിന്റെ കരം തൊടുന്ന ദിനമാ. ആ മഞ്ചൽ കർത്താവ് ഒന്ന് തൊടാൻ പോകുകയാ. ആ ബെഡ് കർത്താവ് ഒന്ന് തൊടാൻ പോകുകയാ. ആ കിടക്ക കർത്താവ് ഒന്ന് തൊടാൻ പോകുകയാ. റീഖമ ശബ്ദന വൈഡ ലഗസി അന്തര പ്രൗഢേ ലഘന കിടക റീഖ വൈഡ പ്രൗഢേ ലഘനാധികാരക. ഒരു നിമിഷം വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണമേ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ എത്ര ദൂരെയായിരുന്നാല് അവരെ തൊടുന്ന കർത്താവിന്റെ കരമുണ്ട്. നിങ്ങൾ ആർക്കു വേണ്ടിയ രോഗസൗഖ്യത്തിന് പ്രാർത്ഥിക്കുന്നത്, ആ വ്യക്തി സൗഖ്യമായെന്ന വാർത്ത നിങ്ങൾ കേൾക്കാൻ പോകുകയാ. വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. വിശ്വാസമുണ്ടോ? സൗഖ്യത്തിന്റെ വാർത്ത നിങ്ങൾ കേൾക്കാൻ പോകുകയാ. ശൈല എന്ന് പറയുന്ന ആന്റിയെ ആ സൗഖ്യത്തിന്റെ വാർത്ത കേൾക്കാൻ പോകുകയാ. ശരീര സൗഖ്യത്തിന്റെ വാർത്ത കേൾക്കാൻ പോകുകയാ. ആ ശരീരത്തിന് പലപ്പോഴും ബലം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. പക്ഷേ ബലവാനും വീരനുമാകുന്ന യഹോവയായ ദൈവത്തിന്റെ കരങ്ങൾ നിങ്ങളെ തൊടുന്ന ഒരു ദിവസമായി നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ, നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. ഹല്ലേലൂയ. ആരാധിച്ച് ജയമെടുത്തോ. ഹല്ലേലൂയ. വിടുതലിന്റെ സമയമാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറാ? എന്റെ പല മേഖലകളില് ദൈവത്തിന്റെ കരങ്ങൾ തൊടുന്ന സമയമാ. ഹല്ലേലൂയ. 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 ആ പട്ടണം മുഴുവനും ഇതൊരു ഹല്ലേലൂയ മഹത്വത്തിന് കാരണമായി. ഈ നയീൻ പട്ടണത്തിലെ ഈ വിധവയുടെ മകനെ കർത്താവ് ഉയർപ്പിച്ച വാർത്ത ആ പട്ടണമെങ്ങും പ്രസിദ്ധമായി തീർന്നൊരു വാർത്തയായി മാറിയെങ്കിൽ, ആ ദേശത്ത് അവളുടെ മുഖം തന്നെ ആദരിക്കപ്പെട്ടുവെങ്കിൽ, ഇന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കോ. ദേശം നിന്റെ നീ കരയുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ, നീ തല കുനിച്ചത് ഒരിക്കൽ കണ്ടിട്ടുണ്ടെങ്കിൽ, അതേ ദേശത്ത് തന്നെ നിന്റെ വിലാപയാത്രയെ, നിന്റെ ദുഃഖയാത്രയെ, നിന്റെ ദുഃഖ അവസ്ഥകളെ ദൈവം മധുരമുള്ളതാക്കി മാറ്റാൻ പോകുകയാ. അതേ ദേശത്ത് തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാ. ഷെർലി എന്ന ഡിവൈസിൽ കാണുന്ന സിസ്റ്ററെ നോക്കി പറയുന്നു, ബെഥാന്യ എന്ന് പറയുന്ന ദേശം, അവിടെ നോക്കുമ്പോൾ രണ്ട് സഹോദരിമാരുണ്ട്. അവരാ ദേശത്ത് പലരും പറഞ്ഞു കാണും, ഇപ്പോൾ നിങ്ങളുടെ കർത്താവ് എവിടെ? നിങ്ങളുടെ ഭവനത്തിൽ വരികയും നിങ്ങൾ സൽക്കരിക്കുകയും ചെയ്ത കർത്താവ് ഇപ്പോൾ എവിടെ? ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് അവർ അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കാം. പക്ഷേ ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം ആ സഹോദരിമാരുടെ മുഖത്തെ ആദരിച്ചുവെങ്കിൽ, പ്രാർത്ഥിക്കുന്ന പ്രിയ സിസ്റ്ററെ, ദൈവത്തിനൊരു സമയമുണ്ട്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവം ചില മേഖലകളെ തൊടും. വറ്റി വരണ്ട് കിടന്നിരിക്കുന്ന മരുഭൂമി തുല്യമാകുന്ന ചില അവസ്ഥകളെ ദൈവം തൊടും. ദേശത്ത് മാനിക്കുന്ന ഒരു ദൈവത്തിന്റെ കര ദൈവം തൊടും. പലപ്പോഴും പിശാച് നമ്മളെ ആട്ടിപ്പായിക്കുവാൻ, നമ്മളെ കാറ്റിൽ ഇങ്ങനെ അമ്മാനമടിക്കുവാൻ നോക്കും. എന്താ? അങ്ങോട്ട് വീശുമ്പോൾ അങ്ങോട്ട്,
ഇങ്ങോട്ട് വീശുമ്പോൾ ഇങ്ങോട്ട് ഒരു സ്ഥിരതയില്ലാത്ത ഒരു ഹാലേലിയ അവസ്ഥ. എന്നാൽ ആ സ്ഥിരതയില്ലാതെ പോകുന്ന അവസ്ഥകളെ ഹാലേലിയ ദൈവം പ്രിയ മകൾക്ക് വേണ്ടി തോടുന്ന സമയങ്ങളാകട്ടോ. എന്റെ പ്രാർത്ഥനയാ കേൾക്കുന്നില്ലേ കർത്താവേ? എന്റെ സമയം എന്ന ഒന്നാകുന്നത്. ഈ കർത്താവിന്റെ സമയം എന്ന് പറയുന്ന ഒരു സമയമുണ്ട്. പക്ഷെ അതെന്നാ എനിക്ക് വേണ്ടി ഒന്ന് വെളിപ്പെടാത്തത് എന്ന് ചോദിക്കുന്ന പ്രിയ സഹോദരിയെ നോക്കി ദൈവം പറയുകയാ, ഹാലേല സമയം വെളിപ്പെടാൻ പോകുന്നു. പക്ഷേ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കണം. ചോദ്യങ്ങൾ അവസാനിപ്പിച്ചിട്ട് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? താണിരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഹാലേലൂയ, അവിടെ ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. ഹാലേലൂയ, നോക്കണമേ. ഹാലേലൂയ, ജീവനിലേക്ക് ജീവൻ പ്രദാനം ചെയ്ത ദൈവത്തിന്റെ കരങ്ങൾ അവിടെ കാണാം. ആ ദേശം മുഴുവനും മാനിക്കുന്ന തരത്തില് ദൈവത്തിന്റെ പ്രവൃത്തി നടന്നു. നയീൻ എന്ന പട്ടണത്തിൽ ആ വിധവയുടെ ജീവിതത്തിൽ തന്റെ മകനെ ഉയർപ്പിച്ചതാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടെ കൂടി വന്ന, അതായത് അവളുടെ കൂടെ വന്ന കുറെ പുരുഷാരമുണ്ടല്ലേ, അവരെല്ലാം ദുഃഖയാത്രയ്ക്ക് വന്നവരാ. എന്നാൽ അവരുടെ ജീവിതത്തിന്റെ തലം പോലും മാറി, അവരുടെ വിശ്വാസത്തിന്റെ തലം പോലും മാറി. അനേകര് കർത്താവിനെ അറിയാൻ കൂടി അന്ന് ഇടയായെങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾ ആ ഭാഗം ഒന്ന് ധ്യാനിച്ചു നോക്കണം. ഹാലിലെ നമ്മളുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി വെളിപ്പെടുമ്പോൾ അത് നമ്മൾ മുഖാന്തരം അനേകരെ കർത്താവിലേക്ക് നയിക്കുന്ന ഒരു രീതിയിൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്യും. നമ്മളൊരു സാക്ഷിയായി മാറും. ഹാലേലൂയ, നമ്മളൊരു സാക്ഷിയായി മാറും. ഹാലേലൂയ, ഇന്ന് പകലിൽ എത്ര പേര് കൊതിക്കുന്നുണ്ട് എന്റെ ജീവിതം ഒരു സാക്ഷ്യമായി മാറണം? ഞാൻ മുഖാന്തരം എന്റെ ജീവിതത്തിൽ നടന്ന ഒരു അത്ഭുത പ്രവൃത്തി മുഖാന്തരം അനേകര് കർത്താവിനെ അറിയുവാൻ കാരണമായി തീരണം. അനേകര് കർത്താവിന്റെ നാമത്തെ തള്ളി പറഞ്ഞവർ പോലും ഇതാണ് യഥാർത്ഥ നാമം, യഥാർത്ഥ സത്യദൈവം എന്ന് അവരുടെ വായ കൊണ്ട് പറയുന്ന നിലവാരത്തിലാകണം. എത്ര പേർ അതിനെ കൊതിക്കുന്നുണ്ട്? ഞാനായിരിക്കുന്ന ദേശമോ സ്ഥലമോ പട്ടണമോ ഏതുവാകട്ടെ, പക്ഷെ ഞാൻ മുഖാന്തരം അവിടെ ദൈവത്തെ അറിയുന്ന ഒരു പ്രവൃത്തി, ഞാൻ മുഖാന്തരം ദൈവത്തെ മഹത്വീകരിക്കുന്ന ഒരു പ്രവൃത്തി, അതിനുവേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാ. നോക്കണമേ, അമ്മയ്ക്ക് ഏകജാതനാകുന്ന ഒരുവൻ മറ്റാരും അവൾക്ക് ആശ്രയമില്ല. ഒറ്റപ്പാടിന്റെ അവസ്ഥയിലേക്ക് പോകാമായിരുന്ന ഹാലേലൂയ അവളെ കൊണ്ട് ഹാലേലൂയ ദൈവം ആ പട്ടണത്തിൽ മുഴുവൻ അവളുടെ തല മാനിച്ചെങ്കിൽ പിന്നീട് അവളെ കാണുന്നവരെല്ലാം പറയും, ഓ ഇന്ന വ്യക്തിയല്ലേ ഈ പോകുന്നത്, ഹാലേലൂയ കർത്താവ് അത്ഭുതം ചെയ്ത കർത്താവ് മകനെ ഉയർപ്പിച്ച ആ സഹോദരിയല്ലേ ഇത്, ഈ സഹോദരിയുടെ മകനെയല്ലേ എന്നൊക്കെ നാളെ ആ പട്ടണത്തിലുള്ളവർ അവളെ കുറിച്ച് എന്ത് ചെയ്യാ? സാക്ഷ്യം പറയാൻ പോകുകയാ. അതുപോലെ ചില സാക്ഷ്യങ്ങൾ ഉടലെടുക്കും കേട്ടോ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ പ്രതി ദൈവം ചില സാക്ഷ്യങ്ങളെ ഉടലെടുക്കും. ഇത്ര നാള് പറയാനോ ഒന്നും കാണത്തില്ലായിരിക്കാം, പക്ഷേ ഹാലേലൂയ ഒന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ ഹാലേലൂയ നിങ്ങളുടെ വിഷയങ്ങൾ അത് പ്രവൃത്തി പദത്തിലേക്ക് കാണുമ്പോൾ അനേകർക്ക് അതൊരു സാക്ഷ്യമായി തീരും, അനേകർക്ക് അതൊരു വിടുതലിന് കാരണമായി തീരും. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണെന്ന് പറയുന്ന നിലവാരത്തിൽ ദൈവം അതിനെ മാറ്റി തീർക്കുവാനിടയാകും. എത്ര പേര് വിശ്വസിക്കുന്നു? അതെ, ദൈവം എന്റെ ജീവിതത്തിനകത്ത് അങ്ങനെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുക. അടുത്തൊരു ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം തന്നെ 8-ാം അധ്യായം അതിന്റെ 41-ാമത്തെ ഭാഗത്തിൽ അവിടെ നാം വായിക്കുന്നുണ്ട്. ഹാലേലൂയ, യായിറോസിന്റെ മകളെ കർത്താവ് ഉയർപ്പിക്കുന്ന ഭാഗമാ. ഇവിടെയും നാം വായിക്കുമ്പോൾ ഈ പിതാവിന് ഈ മകൾ ഏകജാതയാണ്. ഹാലേലൂയ, അപ്പനും അമ്മയ്ക്കും ഒരൊറ്റ പുത്രിയേ ഉള്ളൂ, 12 വയസ്സായ ഈ പെൺകുട്ടി. ഹാലേലൂയ, ഇപ്പോൾ അവൾ എന്ത് ചെയ്തിരിക്കുന്നു? മരിച്ചുപോയ ഒരവസ്ഥ, വിലാപ ഭവനം. പ്രൈസ് ദി ലോർഡ്. ഹാലേലൂയ, തലമുറയുടെ വിഷയമാണ് ഇവിടെ വിഷയം. ഏകജാതി ഒരൊറ്റ കുഞ്ഞേ ഉള്ളൂ, അതൊരു മോള. പക്ഷെ ഇന്ന് അവൾ മരിച്ചുപോയി. വളരെ വിലാപത്തോടെ എല്ലാവരും വിഷമിച്ച് കരഞ്ഞ് മാതാപിതാക്കന്മാരെ എങ്ങനെയാണൊന്ന് ആശ്വസിപ്പിക്കേണ്ടത് എന്ന് പോലും അറിയാൻ കഴിയാത്ത അവസ്ഥ. ഹാലേലൂയ, ആ അവസ്ഥയ്ക്കകത്താണ് കർത്താവ് ഭവനത്തിലേക്ക് കടന്നു വരുന്നത്. ഹാലേലൂയ, ഇന്ന്
ഇന്ന് ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ചില വേർപാടിന്റെ അനുഭവങ്ങൾ പോലും കടന്നു പോകേണ്ടുന്ന ചില കുടുംബങ്ങൾ ഇതിനകത്തുണ്ട്. അതിന്റെ സമയം കഴിഞ്ഞു പോയി കേട്ടോ. അവിടെയൊക്കെയും ദൈവമേ അങ്ങയുടെ കൃപയാണ് എന്നെ താങ്ങിയതെന്ന് പറയുന്ന നിലവാരത്തിൽ ദൈവം ചിലതൊക്കെ ചെയ്തതാണെന്ന് ചില ദൈവമക്കൾ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് ദൈവാത്മാവ് ശക്തമായി പറയുന്നു. ആളില് ഈ വിലാപ ഭവനത്തിൽ കർത്താവ് വന്നതുപോലെ ചിലരുടെ ഭവനത്തിനകത്ത് കർത്താവ് വന്നത് ഹാലയിൽ അവരുടെ കഴിവല്ല, ഹാലില് കഴിച്ച മരുന്നിന്റെ ഗുണം കൊണ്ടുമല്ല. ദൈവാത്മാവ് പറയുന്നു, ചിലരുടെ കുടുംബത്തിനകത്ത് കർത്താവ് വന്നതാ. ഹാലില് ചിലരുടെ കുടുംബത്തിനകത്ത് കർത്താവ് വന്നിരുന്നു, ദൂതന്മാരെ അയച്ചിരുന്നു. ഹാലേലൂയ. ചില കടുകട്ടി സ്വഭാവമുള്ള ഹാലിൽ ആരെ കൊണ്ടും കീഴ്പ്പെടാത്ത ചില വ്യക്തി ജീവിതങ്ങളെ കർത്താവ് ഓർത്തു. ഹാലേല് ഓർത്തത് കൊണ്ടാ ഹാലേല് കഴിവല്ലെന്നേ, ഹാലേല് മിടുക്കല്ലെന്നേ, എന്റേതായി ഒന്നുമല്ലെന്നേ. ഇന്ന് അതൊന്ന് അംഗീകരിച്ചു കൊടുക്ക്. കർത്താവിന്റെ സന്നിധിയിൽ അതൊന്ന് അംഗീകരിച്ചു കൊടുക്ക്. കർത്താവിന്റെ സന്നിധിയിൽ അത് താഴ്മയോടെ പറ, അങ്ങ് എന്റെ കുടുംബത്തിൽ വന്നത് കൊണ്ടാ, അങ്ങ് അവരെ തൊട്ടത് കൊണ്ടാ അവിടെ ഒരു വിടുതൽ നടന്നത്. അങ്ങ് തൊട്ടത് കൊണ്ടാ, അങ്ങ് തൊട്ടത് കൊണ്ടാ. റിഖമ ശബ്ദ പ്രൗഢേ ലഗസി ആന്തരേ രഗാന കിടക. യായിറോസിന് പറയാൻ കഴിയും, കർത്താവ് എന്റെ ഭവനത്തിൽ വന്നത് കൊണ്ടാന്നേ. എന്റെ മകൾ മരിച്ചിരിക്കുവായിരുന്നേ, ഹാലില് ഞങ്ങൾ അത് മരണം ഉറപ്പാക്കിയതായിരുന്നു. പക്ഷെ എന്റെ കർത്താവ് വന്ന് അവളെ തൊട്ടത് കൊണ്ടാ. ഹാലേലൂയ. എന്ന് എത്ര പേര് പറയാൻ കഴിയും, എന്റെ കർത്താവിന്റെ കര എന്റെ കുടുംബത്തിൽ വന്നത് കൊണ്ടാ, എന്റെ കർത്താവിന്റെ കര എന്റെ പ്രിയപ്പെട്ടവരുടെ മേലെ തൊട്ടത് കൊണ്ടാണ് ഒരു വിടുതൽ നടന്നത്. ഇന്നും ജീവിക്കുന്നത് എന്റെ കഴിവല്ല, ഞാൻ പോയ മേഖലകളില് എന്റെ കഴിവല്ല, എന്റെ ദൈവ ദൂതന്മാരെ അയച്ചത് കൊണ്ടാ, എന്റെ നേട്ടമല്ല, എന്റെ മിടുക്കല്ല. കഴിഞ്ഞ ഒരു 15 ദിവസങ്ങൾ മുമ്പ് വലിയ അപകടങ്ങളിൽ നിന്ന് ദൈവം വിടുവിച്ച ആരെങ്കിലും ഇതിനകത്തുണ്ടോ? അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഇതിനകത്തുണ്ടോ? ദൈവാത്മാവ് എന്നെ ആ 15 ദിവസം പിറകിലേക്ക് ഒരു കണക്കെന്നെ കാണിക്കുന്നു. അതുകൊണ്ട് ചോദിച്ചതാ കേട്ടോ. ഹാലേലൂയ. നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ കഴിവല്ല, മിടുക്കല്ല, ദൈവത്തിന്റെ കൃപയാ. ഹാലേലൂയ. 15 ദിവസങ്ങൾ മുമ്പ് ഒരു വേർപാടിന്റെ അനുഭവം കുടുംബത്തിനകത്ത് ഉണ്ടാകേണ്ടതായിരുന്നു കേട്ടോ. ബന്ധുക്കളും ദൂരെയുള്ളവരും ചാരയുള്ളവരും ഒക്കെ വന്നുപോയി അനുശോചനം രേഖപ്പെടുത്തേണ്ട സമയം കഴിഞ്ഞു പോയി കേട്ടോ. ദൈവാത്മാവ് അപ്രകാരം പറഞ്ഞ് ഈ ഭാഗം എടുത്തപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇത് ദൈവജനത്തിന് ആവർത്തന വിരസത ഉണ്ടാക്കുമോ? ഇല്ല, നീ ഈ ഭാഗം തന്നെ എനിക്ക് മനസ്സിലായി, ഇതിനകത്ത് പലരും ജീവനിലേക്ക് വന്നവരായിരിക്കുന്നത്, പല കുടുംബങ്ങളും ജീവനിലേക്ക് വന്നവരായിരിക്കുന്നത്. പല തലമുറകളും മരണത്തിന്റെ വക്കോളം പോയി പിശാച് അടിമയാക്കുവാൻ പല മേഖലകളിലും കൊണ്ടുപോയി വിടുതലിന്റെ അനുഭവം കണ്ടവരായി ഇതിനകത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ മൗനമായിരിക്കാൻ കഴിയും? നിങ്ങൾ എങ്ങനെയാ മൗനമായിരിക്കുന്നത്? കർത്താവിനെ സ്തുതിക്കാതിരിക്കാൻ കഴിയുമോ? കർത്താവിനെ മഹത്വീകരിക്കാതിരിക്കുവാൻ കഴിയുമോ? ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് വിട്ടുകൊടുത്തേ. ഹാലേലൂയ. ഒരു നിമിഷം നിങ്ങളുടെ ചിന്തകളൊക്കെ ഒന്ന് മാറ്റിവെച്ചേ. പലരും ഇവിടെ ഇരിക്കുന്നുവെങ്കിലും പല ഭാഗത്ത് നിങ്ങളുടെ മനസ്സ് പൊക്കോണ്ടിരിക്കുക. അതെല്ലാം ദൈവസന്നിധിയിൽ ഒന്ന് വിട്ടുകൊടുക്കുക. ഹാലേലൂയ. ഒരു നിമിഷം നമ്മെ നല്ലതുപോലെ അറിയുന്ന ഒരു ദൈവ 3 ഭാഗങ്ങളിലും നമ്മൾ കണ്ടു ഏകയാക്കുവാൻ നോക്കുന്ന ഒരു ഫൈറ്റിംഗ്. തലമുറകളെ മാത്രം ദൃഷ്ടി വെച്ചിരിക്കുന്ന ഒരു ഫൈറ്റിംഗ്, തലമുറകളുടെ ജീവിത അപായത്തിൽ വെച്ചൊരു വിഷയം. ഇതൊക്കെ കണ്ടപ്പോൾ, വായിച്ചപ്പോൾ, ധ്യാനിച്ചപ്പോൾ ദൈവാത്മാവ് ഇന്ന് പകലില് നമ്മളോട് ഇടപെടുന്നത് എന്താ? ചില മേഖലകളുണ്ട്, ചിലർ വിടുവിക്കപ്പെട്ടവരുണ്ട്, ചിലർക്ക് ഇതൊരു വാണിംഗ് കൂടിയാ. വിടുവിക്കപ്പെട്ടവരുമുണ്ട്, വാണിംഗോടുകൂടി ഏറ്റെടുക്കേണ്ടവരുമുണ്ട്. ഇന്ന് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. കർത്താവേ, എന്റെ കുഞ്ഞുങ്ങളെ പല തരത്തിന്റെ അടിമത്തങ്ങളില്,
പലതരത്തിന്റെ ഹല്ലേലൂയ അധീനതകളില് പലപ്പോഴും പിശാച് കൊണ്ടുപോകുന്ന ചില മേഖലകളുടെ മുമ്പില്, പലപ്പോഴും പിശാച് വാദഗതി മുഴക്കുന്ന ചില മേഖലകളുടെ മുമ്പില് എനിക്കിന്നൊരു വിടുതൽ ആവശ്യമാ. എനിക്കിന്നൊരു വിടുതൽ ആവശ്യമാ. എത്ര പേര് ആഗ്രഹിക്കുന്നു എന്നെ പലപ്പോഴും ഒറ്റപ്പെടുത്തുവാൻ, ഭവനത്തിന്റെ അകക്കോണിൽ എന്നെ ഏകാഗിയാക്കുവാൻ, ഏകനാക്കുവാൻ, പലപ്പോഴും ഹല്ലേലൂയ ഒരു ഒറ്റയ്ക്ക് തുഴയുന്ന ഒരു വ്യക്തി ജീവിതത്തെ പോലെ എന്നെ പലപ്പോഴും ഹല്ലേലൂയ വേദനിപ്പിക്കുവാൻ നോക്കുന്ന, എന്നെ പലപ്പോഴും നിരാശയിലാക്കാൻ നോക്കുന്ന ചില മേഖലകൾക്കകത്ത് എനിക്കിന്ന് പകലൊരു വിടുതൽ ആവശ്യമാ. എത്ര പേര് കൊതിക്കുന്നുണ്ട്, എത്ര പേര് കൊതിക്കുന്നുണ്ട്, എത്ര പേര് ആ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. റീഖല ഹംദന റേഗശരെ വൈഡ പ്രൗഡാനഗസിയാല റീഖന വൈഡ ലഗനഗടക. ഓ ഹാലിലെ ചിലരെ മഹത്വത്തിന്റെ ശുശ്രൂഷയിലേക്ക് കർത്താവ് ഒന്ന് നടപ്പിക്കുകയാ. ഹല്ലേലൂയ ഹല്ലേലൂയ. അനേകരെ ഹല്ലേലൂയ ജീവനിലേക്ക് കൊണ്ടുവരുവാൻ, ഹാലിലെ നാശകരമാകുന്ന വക്കിൽ പോകുന്നവരെ വലിച്ചു കയറ്റുവാൻ, ഹാലിലെ ദൈവദാസനോട് ചേർന്ന് നിന്നുകൊണ്ട്, ദൈവദാസൻ ഓഫ്ലൈൻ ആയിട്ട് നിങ്ങളുടെ ചർച്ച എവിടെയാണ്, അങ്ങനെ നിങ്ങളുടെ ശുശ്രൂഷ വളരെ നല്ല രീതിയിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ദൈവാത്മാവ് പറയുന്നു ഈ ഓൺലൈൻ തലത്തിലും അല്ല, ഓഫ്ലൈൻ തലത്തിൽ പോലും ഹല്ലേലൂയ എന്താണ് ഒരു വട്ടത്തിനകത്ത് എന്നെ കാണിക്കുന്ന കാഴ്ച ഞാൻ പറയാം. ദൈവദാസൻ ഇങ്ങനെ നിൽക്കുന്നു, കൂടെ ഹല്ലേലൂയ കരങ്ങൾ ഇങ്ങനെ കോർത്ത് ദൈവദാസന്മാരുടെ ഒരു വലിയ വട്ടം, ഒരു വൃത്തം എന്നെ കാണിക്കുന്നു. അതിനകത്ത് ദൈവദാസൻ അതിന്റെ ഒരു ലീഡറായി നിന്നിട്ട് ഈ കരം കോർത്തിരിക്കുന്ന ഈ ദൈവദാസന്മാരെ നിയോഗിക്കുകയും അഭിഷേകം ചെയ്യുകയും ഒരു മനസ്സോടെ, ഏകാഗ്രതയോടെ, ഐക്യതയോടെ ചേർന്ന് നിൽക്കുന്ന ഈ ദൈവദാസന്മാരുടെ ഒരു കൂട്ടം എന്നെ കാണിക്കുന്നു. അതിനുവേണ്ടി മഹത്വമുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി, ചില ഡെലിവറൻസ് ശുശ്രൂഷകൾക്ക് വേണ്ടി, അനേകരെ ജീവനിലേക്ക് കൊണ്ടുവരുവാൻ, രോഗശാന്തി വരത്തിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി ദൈവം ഇതിനകത്ത് ആക്കി വെച്ചിരിക്കുകയാ. ഓ എത്ര പേര് അതിനെ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവദാസന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനും എത്ര ദൈവമക്കൾ ഇന്ന് പകല് തയ്യാറാകുന്നുണ്ട്. അവരുടെ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവമക്കളെ, നിങ്ങൾ ഈ മിനിസ്ട്രിക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥനയിൽ സപ്പോർട്ട് കൊടുക്കണം. ദൈവാത്മാവ് ശക്തമായിട്ട് പറയുന്നു, ഇതിനകത്ത് ജീവൻ രഹിതമായ അല്ലെങ്കിൽ മരണത്തിലേക്ക് പോകാമായിരിക്കുന്ന പല വിഷയങ്ങൾക്കകത്ത് അത് ജീവനിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിന് കഴിയുന്ന രീതിയിൽ നിങ്ങളുടെ പ്രാർത്ഥന മുഖാന്തരം അനേകം ദൈവപ്രവർത്തികൾ ഇതിനകത്ത് ദൈവം ചെയ്തെടുക്കാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ശക്തമായിട്ട് ഈ മിനിസ്ട്രിയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ദാസനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവാത്മാവ് ശക്തമായി അപ്രകാരം ഇടപെടുകയാ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പകലില് എത്ര പേര് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നു. ഇതുവരെ ഞാൻ സമീപിച്ച രീതി ഞാൻ ഒന്ന് മാറ്റുകയാണ്. ഇതുവരെ ഞാൻ പ്രാർത്ഥനയെ സമീപിച്ചത്, ഇതുവരെ ഞാൻ കൂട്ടായ്മകളെ സമീപിച്ചത്, ഇതുവരെ ഞാൻ ഉപവാസത്തെ സമീപിച്ചത്, എല്ലാ രീതിയും ഞാനൊന്ന് മാറ്റിവെച്ചിട്ട് ഇന്ന് ചില മൂലവേരുകളിലേക്ക് ഞാനൊന്ന് കണ്ണോടിക്കുകയാ. എവിടെ നിന്നാണ് പ്രശ്നം പൊട്ടി പുറപ്പെടുന്നത്? ഒന്നാം ഭാഗം നമ്മൾ കണ്ടു. അവളുടെ ഭവനത്തിൽ ശൂന്യത കൊണ്ടുവന്ന് അവളെ കടക്കാരിയാക്കി, അവളുടെ മക്കളെയും അവളുടെ മക്കളെയും പിടിച്ചുകൊണ്ടുപോയി. നാളെയുടെ ജീവിതത്തിൽ അവൾ സ്വന്തമായി പോലും തന്റെ ജീവിതം ഇനി എന്തിനെന്ന് പോലും ചിന്തിക്കുന്ന ഒരു സാഹചര്യം വരുവാൻ വേണ്ടി ഒരു ദൈവവൃത്യന്റെ ഭവനത്തിനകത്താണ് അങ്ങനെ ഒരു വിഷയം വന്നത്. പക്ഷേ ദൈവം അത് അനുവദിച്ചില്ല. അതൊന്ന്. രണ്ട്, നമ്മൾ കണ്ടു ഈ പട്ടണത്തിലെ വിധവയുടെ മകന്റെ ജീവിതത്തില് അവിടെ അവൾ വിധവയാണ്, അവളുടെ ആശ്രയം ഈ മോനാണ്. എന്നാൽ അവൻ മരിച്ചുപോയി. ഇനി എന്തവളുടെ ജീവിതം എന്ന് പോലും സമനില തെറ്റിപ്പോകുന്ന സാഹചര്യത്തിലേക്ക് ജീവനായകനാകുന്ന ക്രിസ്തു നടന്നെടുക്കുവാനിടയായി തീർന്നത്. അടുത്ത ഭാഗത്തിൽ നാം കണ്ടു, വളരെ പള്ളിപ്രമാണിയായ, സമൂഹത്തിൽ മാന്യതയുള്ള ഒരു വ്യക്തിത്വത്തിന് യായിറോസ്. പക്ഷെ എന്ത് പറയാൻ, തങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു കൊച്ചുമകൾ എന്ത് ചെയ്തു? നഷ്ടമായി പോയി. സമൂഹത്തിലെ സ്ഥാനമുണ്ടോ, സമ്പത്തുണ്ടോ, എല്ലാം ഉണ്ട്. പക്ഷെ എന്തില്ല? തലമുറയുടെ വിഷയത്തിനകത്ത്
ഭാരം. ഹാലേലൂയ. ആ ഭാരം അനുഭവിച്ചത് കേവലം 1 2 അല്ലെ കുറച്ച് മണിക്കൂറുകളായിരിക്കാം. പക്ഷെ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു നിമിഷത്തേക്കെങ്കിലും ആ തലമുറയുടെ വിഷയത്തിൽ ഒരു ദുഃഖം കടന്നു വന്നു പോയി. എന്നാൽ ആ ദുഃഖ ഭവനത്തിന്റെ അകത്തെ അന്തരീക്ഷത്തിലേക്ക് കർത്താവ് നടന്നെടുത്ത് വന്ന് ആ മകളെ ജീവനിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവദാസി ദാസന്മാരെ, ദൈവ മക്കളെ, നിങ്ങളുടെ വിഷയം ഏതുമായിക്കൊള്ളട്ടെ, ഒരു പക്ഷെ ഇതിലെ ഏതെങ്കിലും സാഹചര്യമായിക്കൊള്ളട്ടെ, പക്ഷെ ഞാൻ ആത്മാവിൽ ഒന്ന് പറയാം, അതിനകം അത് കണ്ടിട്ട് അത് കണ്ടില്ല എന്ന് നടിക്കുന്ന ദൈവമല്ല, അതിനകത്ത് നടന്നു വരുന്ന ഒരു ദൈവമാ. പക്ഷേ നമ്മുടെ സമീപനങ്ങളൊന്നും മാറ്റണം കേട്ടോ. ഈ മിനിസ്ട്രിയോട് ഞാൻ ശക്തമായി പറയുക, ഞാൻ മുഖം നോക്കാതെ പറയുക, ദൈവമക്കളോട് ശക്തമായി ഞാൻ മുഖം നോക്കാതെ പറയുന്നു. പലപ്പോഴും ദൈവദാസൻ ഓർമ്മിപ്പിച്ചതുപോലെ പലപ്പോഴും ശുശ്രൂഷകരെയാണെങ്കിൽ അല്ലെങ്കിൽ ശുശ്രൂഷയാണെങ്കിൽ നാം സമീപിക്കുന്ന രീതികൾ മാറ്റണം. അതോടൊപ്പം തന്നെ ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കുന്ന രീതി ഒന്ന് മാറ്റണം. നാവിനെ കടിഞ്ഞാടിടേണ്ട ചില വിഷയങ്ങൾക്കകത്ത് ചില വ്യക്തി ജീവിതങ്ങൾ എന്ത് ചെയ്യണം? നാവിനെ കടിഞ്ഞാടിട്ടേ മതിയാകുള്ളൂ. നമ്മുടെ നന്മയ്ക്ക് തടസ്സം നമ്മൾ തന്നെ ആകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്കറിയില്ല കേട്ടോ, ദൈവാത്മാവ് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ദൈവദാസിനെ ഞാൻ പറയുന്നുള്ളൂ. നമ്മുടെ നാവിന്റെ മേൽ അനുഗ്രഹവും ഉണ്ട്, ശാപവും ഉണ്ട്, ജീവനും ഉണ്ട്, മരണവും എന്തിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു? നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ അത് ജീവനുമാകും, മരണവുമാകും. നാം തന്നെ പറഞ്ഞ് നാം എന്ത് ചെയ്യരുത്? തിന്മ നമുക്ക് വരുത്തി വെക്കരുത്. ഹല്ലേലൂയ. തിന്മയോട് എന്ത് ചെയ്യണം? നന്മയാൽ എന്ത് ചെയ്യണം? തിന്മയെ ജയിക്കണം. ഇന്ന് തിന്മ വരുന്ന മണ്ഡലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നേ, പക്ഷെ അതിനോട് തിന്മയല്ല പ്രവർത്തിക്കേണ്ടത്, നന്മയാൽ എന്ത് ചെയ്യണം? തിന്മയെ ജയിക്കണമെന്ന് വചനം പറയുന്നു. അതുകൊണ്ട് ദൈവമക്കളോട് ശക്തമായി പറയുന്നു, ഏതെങ്കിലും മേഖലകളിൽ നമുക്ക് ഒന്ന് ഇടർച്ച വന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് പകലൊന്ന് ഏൽപ്പിച്ചു കൊടുക്ക. ഒരു പക്ഷേ നമ്മുടെ തലമുറയുടെ വിടുതലിന്റെ സമയം നമ്മൾ നിൽക്കുന്നുണ്ടോ? ഏൽപ്പിച്ചു കൊടുക്ക്. നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വിടുതലിന് വേണ്ടി നമ്മൾ നിൽക്കുന്നുണ്ടോ? ഏൽപ്പിച്ചു കൊടുക്ക്. ദൈവം പ്രവർത്തിക്കാൻ വിശ്വസ്തന. ഒരു നിമിഷം കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല വേളയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാ. ഈ നല്ല വേളയിൽ അല്പനേരം കർത്താവേ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. ഇഴയാകുന്ന അടിയനെ ശുശ്രൂഷിപ്പാൻ അങ്ങ് ബലപ്പെടുത്തി കാലാവസ്ഥ അങ്ങ് അനുകൂലമാക്കി തന്ന ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിന്റെ ദാസനെയും ഈ മിനിസ്ട്രിയും കൂടി വന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവരുവാൻ കഴിവുള്ള ദൈവം. ഞങ്ങളുടെ തലമുറകളെ പലപ്പോഴും ഞങ്ങളുടെ അവകാശങ്ങളെ സൃഷ്ടിച്ചു വയ്ക്കുന്ന മേഖലകൾ, അതിനകത്ത് ദൈവമേ അതിനോടുള്ള സമീപനങ്ങളൊന്നും മാറ്റുവാൻ ഞങ്ങളെ സഹായിക്കണം. ഇന്ന് പകൽ അതിനു വേണ്ടി ഞങ്ങളെ ഒരുക്കിയ ഒരു പകലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവജനത്തെ അനുഗ്രഹിക്കണം, ഈ മിനിസ്ട്രിയെ മാനിക്കണം. കർത്താവേ, ഈ ഒരു ദീപശിഖ ഇത് മുമ്പിൽ പിടിച്ചുകൊണ്ട് തന്നെ ഓടുവാൻ കർത്താവിന്റെ ദാസനെ അങ്ങ് വീണ്ടും ഇടയാക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥന കേൾക്കണം, മറുപടി അയക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.